സാന്നിധ്യം നമ്മുടെ അനുഭവത്തിൽ തെളിയുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മളെന്ന് തന്നെ പറയുന്നത്? എങ്ങനെയാണ് ആ നമ്മളെന്ന് പറയുന്നത്? ഈ അമ്മയുടെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മളെന്ന് പറയാൻ സാധിക്കുന്നത്. എന്നാലേ നമ്മളെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ യോജിപ്പ് നടക്കുന്നത്. അവിടെയാണ് ഈ യോജിപ്പ് നടക്കുന്നത്. അത് അമ്മയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ യോജിപ്പ് നടക്കത്തുള്ളൂ. അല്ലാതെ എങ്ങനെ പോയാലും വിയോജിപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് മാത്രമേ ഈ കഴിവുള്ളൂ. വേറെ ആർക്കുമില്ല ഈ കഴിവ്. വേറെ ആർക്കുമില്ല ആ കഴിവ്. ഓക്കെ. അപ്പം ആ ഭാഗം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം യോജിപ്പിലാവും. അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ശബ്ദത്തിൻ്റെ ഭാഗത്തുള്ള ശരീരത്തെ കാണാൻ പറ്റത്തുള്ളൂ. ശബ്ദത്തിൻ്റെ ഭാഗത്തുള്ള ശരീരത്തെ കാണാൻ പറ്റത്തുള്ളൂ. ശബ്ദം കേൾക്കുമ്പോൾ സംശയം ജനിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തുടരണ്ടേ? സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ശരീരം പ്രവർത്തിക്കുക. എവിടെയാണ് സംശയം ജനിക്കുന്നത്? എവിടെയാണ് സംശയം ജനിക്കുന്നത്? എവിടെയാണ് സംശയം ജനിക്കുന്നത്? ഈ സംശയം എന്തോ അല്ല, എവിടെയാണിത് കോൺഫ്ലിക്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത്? ശരീരത്തിൻ്റെ അനുഭവത്തിൽ തുടരാൻ പറ്റാത്തടത്താണ് കോൺഫ്ലിക്റ്റ്. അതെ, ശരീരത്തിൻ്റെ അനുഭവത്തിൽ തുടരാൻ പറ്റുന്നില്ല. എവിടെയോ വിട്ടുപോയി. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടുപോകുന്നതിനകത്താണ്. പിന്നെ പെട്ടുപോകുന്നത് എന്തിലാണ്? ചിന്തയിലാണ് പെട്ടുപോകുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഒന്നുമില്ല. മനസ്സിലായി? ഇതിലൊന്നും ഒരു പ്രസക്തിയില്ല. പിന്നെ അവിടെ അഹങ്കാരം വരും. മനസ്സിലായി? ഞാൻ വിചാരിച്ചത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കിടന്ന് കൈയും കാലും ഇട്ടടിക്കും. എന്ത് കാര്യത്തിലാണ് ഈ കഷ്ടപ്പെടുന്നത്? ഇവരുടെ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല, ഫലവുമില്ല. ആ വിട്ടുപോയതിനെ വിട്ട് കളഞ്ഞ് വീണ്ടും ഈ കണ്ടിന്യൂറ്റി കണക്റ്റ് ആക്കുക എന്നുള്ളതേ ആവശ്യമുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. അതിന് വിട്ടുപോയതിനെ പിന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പിന്നെയും വിട്ടു പോകണല്ലോ. ഒരു കഥയില്ല ഇതിനകത്ത്. മനസ്സിലായി? ഒരു കഥയില്ല. അപ്പം ഒരു വ്യക്തി അനുഭവത്തിലിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. മനസ്സിലായി? എൻ്റെ സങ്കല്പമായിട്ടുള്ള ബന്ധമല്ല. അവിടെ എടുക്കേണ്ടത് എന്താണ്? ഞാൻ ചിന്തിച്ചു, എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഇങ്ങനെ തോന്നി, അതല്ല വേണ്ടത്. മനസ്സിലായി? ആരാണ്? അമ്മയായിട്ടുള്ള ബന്ധമാണ്. അമ്മയുടെ അടുത്ത് നിന്ന് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അമ്മയായിട്ട് തർക്കിക്കുകയല്ല. മനസ്സിലായോ? അമ്മ നമ്മളുടെ ആഹാരമാണ്, ആവശ്യം. അമ്മ സർവ്വതുമാണ്. മനസ്സിലായി? ഇത് അനുഭവത്തിൽ നിന്ന് പറയണം. അതൊരു വലിയ സാധനം. അതായത് ആ വിട്ടുപോയതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ പിന്നെയും ആ ബന്ധം വഷളാവുക ചെയ്യണേ. അത്രയേ ഉള്ളൂ. അവിടെ എന്തുകൊണ്ട് വിട്ടുപോയി? കാരണം അവിഹിത ബന്ധത്തിലാണ്. അല്ലെങ്കിൽ വിട്ടുപോകത്തില്ല. വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്രമേ വിട്ടുപോകത്തുള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക പറഞ്ഞാൽ വീണ്ടും വിട്ടുപോകലിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. വേറെ എവിടെയോ ഭ്രമമുണ്ടായി. മനസ്സിലായി? സത്യസന്ധത ഇല്ലാണ്ടിരിക്കുന്ന ഭാഗം വന്ന്. അതുകൊണ്ടാണ് അവിടെ ലൈംഗികതയാണ് ഇതിൻ്റെ ഭ്രമത്തിന് കാരണം. മനസ്സിലായി? എവിടെ ലൈംഗികത വന്നോ, മനസ്സിലായി? എവിടെ ലൈംഗികത വന്നു വെച്ചാൽ അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് അടുക്കേണ്ടി വന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്തൊരു വ്യക്തി, അങ്ങനൊരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ ചെന്ന് ലൈംഗികതയിൽ പെട്ടുപോകത്തുള്ളൂ. മനസ്സിലായി? അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്തൊരു വ്യക്തി എവിടെ ചെന്നാലും ആ വ്യക്തിക്ക് ലൈംഗികതയിലോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഭ്രമത്തിലോട്ട്, ജഡികതയിലോട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അമ്മയായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തി ഒരു കാരണവശാലും നമ്മളെ നശിപ്പിക്കത്തില്ല, നമ്മളെ നാശത്തിലോട്ട് കൊണ്ടുപോകത്തില്ല. അതിൽ അമ്മയുമായിട്ട് നല്ല ബന്ധമില്ലാത്തൊരു വ്യക്തി നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്ക് ആരംഭത്തിൽ തന്നെ അറിയാം, ഈ വ്യക്തി അമ്മയെ അനുഭവിക്കുന്നില്ല. അമ്മയെ അനുഭവിക്കുന്നില്ല നമുക്ക് ആരംഭത്തിൽ തന്നെ അറിയാം. അവിടെ നമ്മളൊന്നും ചെയ്യണ്ട, ആ വ്യക്തി തന്നെ ചെയ്ത് കൂട്ടിക്കൊള്ളും. മനസ്സിലായി? ആ വ്യക്തി നമ്മളുമായിട്ടുള്ള അടിക്കും വഴക്കും എല്ലാത്തിനും തയ്യാറാവും. മനസ്സിലായോ? അവിടെ തന്നെ എല്ലാത്തിനും തയ്യാറാവും.
മനസ്സിലായി? നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല. ആ വ്യക്തി തന്നെ എല്ലാം കാണിച്ചു കൂട്ടിക്കോളും. മനസ്സിലായ? ഇത് ഇത്രയും ഭാഗം മാത്രം പരിശോധിച്ചാൽ മതി. വേറെ തന്ത്രമോ മന്ത്രമോ ഒന്നും എടുക്കണ്ട. മനസ്സിലായി? നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്ത് തുടർന്നാൽ സർവ്വസവിശേഷതയും നമ്മുടെ ശ്രദ്ധയിലുണരും. നമ്മളെ മറ്റൊരാൾ പരിഹസിക്കും, ആക്ഷേപിക്കും എന്നുള്ളത് കൊണ്ടാണ് പലരും സംസാരിക്കാത്തത്. എന്തുകൊണ്ടാണ്? സത്യസന്ധതയിലല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലായി? ആരൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അവൻ വൃത്തികെട്ടവനാണ് കേട്ടോ എന്ന് കേൾക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് അപമാനം തോന്നിയിട്ട് അവർ സഹകരിക്കില്ല. എന്തുകൊണ്ടാണ്? സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇത്രയേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ലോ. അവൾ വേശ്യയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, അവൾ വേശ്യയാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അവളുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ സൂചന എന്താണ്? അവൾ വേശ്യയാണ്, ഒരു സ്ത്രീ വേശ്യയാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അവളുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ ഇവൻ ലൈംഗികതയിൽ പെട്ട് കിടക്കുന്നവനാണ്. മനസ്സിലായി? കാരണം അവൾ സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയാണ്. മനസ്സിലായി? അവൾ മനുഷ്യ സ്ത്രീയാണ്. അവളെ യാതൊരു കാരണവശാലും അകറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ആരാണ് ഇവളെ വേശ്യയാക്കിയത്? ഈ വേശ്യയാക്കിയവനാണ് ഇവളെ പകൽ വെളിച്ചത്തിൽ അപമാനിക്കുന്നത്. അല്ലാത്തവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അവളോട് സഹകരിക്കുന്നതിന്. തെറ്റ് ചെയ്ത ഒരാളുമായിട്ട് നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സഹകരിക്കുന്നതിന് നമുക്കെന്താണ് വിട്ടു നിൽക്കേണ്ട കാര്യം? എന്താണ്? തെറ്റ് ചെയ്ത ഒരാളുമായിട്ട് സഹകരിക്കുന്നതിന് അയാൾക്ക് നമ്മളോട് സഹകരിക്കാൻ താല്പര്യമില്ലെങ്കിലും ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. ഇത് ചെയ്യാത്തവർക്ക് സഹകരിക്കാൻ പറ്റാത്ത. അതെ, കാരണം അവരിൽ ഉറപ്പില്ല. അതെ, അയാൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബലം പിടിച്ചിരുന്നോട്ടെ. ആ ഭാഗത്തോട്ട് നമ്മൾ പോകാൻ പറ്റത്തില്ല, അത് വേറൊരു വിഷയം. പക്ഷെ നമ്മൾക്ക് അയാളോടുള്ള താല്പര്യം, മനസ്സിലായി, അത് കൃത്യമായിരിക്കണം. അത് കളയേണ്ട കാര്യമില്ല. അത് പോകത്തില്ല, അതവിടെ ഉള്ളതാണ്. അത് പോകത്തില്ല, മനസ്സിലായി. അപ്പോൾ നമ്മൾക്ക് ബന്ധങ്ങൾ ഉലയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങളാണ്. മനസ്സിലായി? നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങളാണ് ഉലയുന്നത്. അത് ഉണ്ടാക്കിയ ബന്ധത്തിലാണ് ഈ ആശങ്ക വരുന്നത്. ഇടക്കിടക്ക് ഉരക്കുകയും വേണം. മനസ്സിലായി? അവിടെ കൃത്യമായിട്ട് നമ്മൾ അനുഭവത്തിൽ നിൽക്കണം. കാരണം അനുഭവത്തിൽ കൃത്യത. അവിടെ ഒരു കാരണവശാലും ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ഒന്നുമില്ല. അവിടെ അങ്ങനെ ഒരു പരിഹാസത്തിൻ്റെ യാതൊരു ഭാഗവുമില്ല. അവിടെ എപ്പോഴും സ്ഥായി സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീ വേശ്യയാണെന്ന് പറഞ്ഞാൽ ആരാണ് വേശ്യെന്ന് പറയുന്നത്? ആരാണ് ഒരു സ്ത്രീ വേശ്യെന്ന് പറയുന്നത്? അവരാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഒരു സ്ത്രീ വേശ്യയാണെന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആരാണ്? ഇനി അടുത്തത് ഒരാൾ കൊള്ളത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊള്ളത്തില്ല? എന്തുകൊണ്ട് ഒരാൾ കൊള്ളത്തില്ല? ഒരാൾ സഹകരിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവൻ്റെ പിടിപ്പുകേടാണ്. മനസ്സിലായി? അവനവൻ്റെ പിടിപ്പുകേടാണ്. മനസ്സിലായി? അവർ തീരുമാനമെടുത്ത് വെച്ചിരുന്നു. അവർക്ക് പ്രാപ്തിയില്ല, അവരുടെ നന്മയിലല്ല. അവനവൻ്റെ നന്മയിലല്ലാത്തത് കൊണ്ടാണ് മറ്റൊരാളോട്ട് ഞാൻ സഹകരിക്കത്തില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഇൻട്രാക്ഷൻ്റെ പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. അതെ, നന്മയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും. ഞാൻ എൻ്റെ ഭർത്താവിനെ സൂക്ഷിക്കണം, എൻ്റെ ഭാര്യനെ സൂക്ഷിക്കണം, അതല്ല നന്മ. ഭാര്യനെയും ഭർത്താവിനെയും അനുസരിക്കുന്നതല്ല, ജീവനെ അനുസരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. ഭാര്യനെയും ഭർത്താവിനെയും അല്ല, ജീവനെയാണ് അനുസരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും ജീവനെ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഭാര്യനെയും ഭർത്താവിനെയും നിഷേധിക്കുന്ന ഭാഗവുമില്ല. ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണേ. ഭാര്യനെയും ഭർത്താവിനെയും നിഷേധിക്കുന്ന ഭാഗമില്ല. അവർ പറയുമ്പോൾ ജീവനെ അനുസരിക്കുന്ന ഭാഗത്ത് തുടരാൻ പറ്റുന്നു. ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇവിടെ സംശയം ഉണ്ടെങ്കിൽ
അത് കൃത്യമാക്കണം. ഭാര്യനെയും ഭർത്താവിനെയും ആരും ഒരിക്കലും അനുസരിക്കുന്നില്ല. ഒരിക്കലും ഭാര്യയും ഭർത്താവിനെയും മറ്റുള്ളവരെയും അനുസരിക്കുന്ന ഭാഗമില്ല. നമ്മൾ നിരന്തരം ജീവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമേ ഉള്ളൂ. അവരെന്ത് പറഞ്ഞാലും ജീവനെ അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്ന ഭാഗമേ ഉള്ളൂ. ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനകത്ത് സംശയം ഉണ്ടായിരുന്നു. അതായത് ആരെന്ത് പറഞ്ഞാലും നമുക്ക് ജീവൻ്റെ ഭാഗത്തല്ലേ കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതെ. അപ്പം ജീവൻ്റെ ഭാഗത്ത് കേൾക്കുമ്പോൾ ജീവൻ്റെ ഭാഗത്ത് തന്നെ അനുഭവിച്ച് പ്രവർത്തിച്ചാൽ പോരെ? പോരെ? തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭാര്യ പറഞ്ഞുകൊണ്ടോ ഭർത്താവ് പറഞ്ഞുകൊണ്ടോ തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഭാര്യ ഭർത്താവ് ബന്ധമാണ് എല്ലായിടത്തും ഉള്ളത്. അതൊരു ബന്ധമല്ല. ഭാര്യ ഭർത്താവ് അല്ല ബന്ധം. ഒരു വ്യക്തി ജീവനുമായിട്ടുള്ള ബന്ധമാണ് വേണ്ടത്. ഒരു വ്യക്തി ജീവനുമായിട്ടുള്ള ബന്ധമാണ്. ഇത് വിട്ടിട്ട് ഭാര്യ ഭർത്താവ് ബന്ധമാണ് എല്ലാവരും എടുക്കുന്നത്. അത് തെറ്റാണ്. അത് ഒരിക്കലും നമ്മളുടെ സവിശേഷതയുമായിട്ട് കണക്ട് ചെയ്യിക്കത്തില്ല. ഒരിക്കലും അത് പവിത്രമായിട്ടുള്ള ഈ ബന്ധത്തെ ഉണർത്തുന്നതല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഭാര്യ ഭർത്താവും അവരുടെ ഇടയിലൊരു പരസ്പര ധാരണ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് സാർ? അവർ പരസ്പരം ധാരണ എങ്ങും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അവർ ഓരോ വ്യക്തിക്കും ജീവനുണ്ട്. ജീവനെ അനുഭവിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. പരസ്പരം ധാരണ എന്തിനാണ് ഉണ്ടാക്കുന്നത്? എന്തിൻ്റെ പേരിലാണ് പരസ്പരം ധാരണ ഉണ്ടാക്കേണ്ടത്? എന്തിൻ്റെ പേരിൽ പരസ്പരം ധാരണ ഉണ്ടാക്കും? അല്ല, ഒരുമിച്ച് നിൽക്കാനുള്ള കഷ്ടപ്പാട് വരുമ്പം അല്ല, ഒരുമിച്ച് നിൽക്കാൻ എങ്ങനെയാണ് കഷ്ടപ്പാടുണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കാൻ എങ്ങനെ കഷ്ടപ്പാടുണ്ടാകും? കാരണം ഒരുമിക്കുന്ന എന്തുമായിട്ടാണ്? ജീവനുമായിട്ടാണ് ഒരുമയുള്ളത്. ജീവനുമായിട്ട് ഒരുമയുള്ളൂ, അല്ലേ? അല്ലാണ്ട് മറ്റൊരാളായിട്ട് എങ്ങനെ ഒരുമ കൊണ്ടുവരാൻ പറ്റും? മറ്റൊരാളിലും ഇതേ ജീവനുള്ളത് കൊണ്ട് നമ്മൾക്കവിടെ പൊരുത്തപ്പെടുന്നു, അല്ലേ? പൊരുത്തപ്പെടലാണുള്ള എന്നിലും നിന്നിലും ഒന്ന് തന്നെയാണ്. അവിടെയല്ലേ സത്യസന്ധത? അവിടെയാണ് സത്യസന്ധത. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഭരിക്കുക, ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന വാക്ക് ഭരിക്കുക, ഭരിക്കപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് രൂപം കൊണ്ടിട്ടുള്ളതെന്നാണ് മനസ്സിലായത്. അപ്പം അത് ശരിയാവോ? ഭർത്താവ് ഭാര്യ എന്നുള്ള വാക്ക് ഭരിക്കുക, ഭരിക്കപ്പെടുക എന്നുള്ള അർത്ഥം നമുക്കിപ്പോൾ ഭരിക്കുക, ഭരിക്കപ്പെടുക എന്നുള്ളൊരു ഭാഗത്തെ പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയോട് പറയുന്നു, ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഭരിക്കുകയാണോ? അല്ല. നമുക്ക് ഓക്കെ പയറ് തോരൻ വെക്കാം. ഭരിക്കുകയാണോ? അല്ല. തുണി അലക്കാനുണ്ട് കേട്ടോ, തുണി അലക്കണം. ഇതൊക്കെ ആവശ്യങ്ങളല്ലേ എല്ലാവരുടെയും? അതെ. കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, അല്ലേ? ഇത് ഒരുമിച്ച് നിന്ന് ചെയ്യുന്നു.
അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ, ഇന്നത് ഒന്ന് നോക്കിയേക്കണം കേട്ടോ എന്ന് പറയുന്നതിനകത്ത് അവിടെ എവിടെയാണ് ഭരണം വരുന്നത്? ഇത് രണ്ടുപേർക്കും ആവശ്യമുള്ള കാര്യമാണ്. രണ്ടുപേർക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു വീട്ടിൽ രണ്ടുപേർക്കും ഒരുമിച്ച് 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ആവശ്യമുള്ള കാര്യമേ ഉള്ളൂ. അല്ലാത്ത എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയാണ് ഒരു വ്യക്തിക്ക് മാത്രം ആവശ്യമുള്ള കാര്യം? അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനൊരു കാര്യം ഒന്നുമില്ല. സംശയം തോന്നുന്നത് എപ്പോഴാണ്? സംശയം തോന്നുന്നത് എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നു? എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നു? എവിടുന്ന് സംശയം എവിടെ നിന്നുണ്ടാകുന്നു? നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ സംശയമുള്ളൂ. അല്ലെങ്കിൽ എന്നും സംശയമില്ല. സംശയമൊന്നുമില്ല. സംശയിക്കാൻ പറ്റത്തില്ല ജീവിതത്തിൽ. ഞാൻ പറയുന്ന ഇപ്പം ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഭാഗം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ബന്ധത്തിൽ രൂപം കൊള്ളുന്നത് ഏത് ഭാഗത്താണ്? ഇപ്പം ഭർത്താവ് കുറച്ചും കൂടെ പവർ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ്. ഇല്ല, പവറല്ല, ബലഹീനതയാണ്. മാനിപ്പുലേഷനിൽ ബലഹീനതയാണ് വരുന്നത്. മനസ്സിലായി? ഒരിക്കലും പവർഫുള്ളായിട്ടൊരു വ്യക്തി മാനിപ്പുലേഷനിലോട്ട് പോകത്തില്ല. മനസ്സിലായോ? മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ബലഹീനതയാണ്. അയോഗ്യത കാരണമാണ് ഒരു വ്യക്തിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ കേൾവി നഷ്ടപ്പെട്ടു പോകണീന്ന് മറ്റൊരാളെ കേൾക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളിൽ ആളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കണേ, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ആളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ശരത്ത് എന്നോടൊരു കാര്യം പറയുന്നു. എന്നോട് പറയുന്ന കാര്യത്തിൽ ശരത്തിൽ നിന്നുള്ള ആളുടെ ഭാഗം ഉണ്ടെങ്കിലല്ലേ ഞാൻ കേൾക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തൊരു കാര്യം ഞാനെങ്ങനെയാണ് കേൾക്കണത്? ശരത്ത് ഒന്നിച്ചും പറയണ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഒരാൾ ആകാശത്തൂടെ പറന്നുപോയി. എനിക്കവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരാൾ ആകാശത്തൂടെ പറന്നുപോയി, എനിക്ക് അത്ഭുതമൊന്നും തോന്നുക? ഇല്ല, ഒന്നുമില്ല. അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട, അടുത്തൊരു ചോദ്യം പോലും അവിടെ ജനിക്കേണ്ട കാര്യമില്ല. എവിടെയാണ് അപകടം വരുന്നത്? അതായത് ശരത്തൊന്ന് വെച്ചും പറയുന്നു, ഒരാൾ ആകാശത്തൂടെ പറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്തു സംഭവിച്ചു, എങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ വൃത്തികേട് തുടങ്ങിക്കഴിഞ്ഞു. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? കാരണം എൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമല്ല അത്. എൻ്റെ അനുഭവത്തിലും എൻ്റെ പ്രാപ്തിയിലും ഉള്ളതല്ല. അപ്പോൾ എൻ്റെ പ്രാപ്തിയിൽ പ്രായോഗികമല്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനും ശ്രദ്ധിക്കണം? ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് നമ്മൾ കേൾവിയുടെ സവിശേഷത. എന്നുവെച്ചാൽ ഒരു കാരണവശാലും പ്രായോഗികമായിട്ട് നമ്മളുടെ അനുഭവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം പറയുമ്പോൾ നമ്മൾക്ക് ആശങ്ക ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളുമായിട്ട് പ്രായോഗികമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അനുഭവത്തിലല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ അനുഭവത്തിലാണെങ്കിൽ പിന്നെ ഞാൻ നിഹാസിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയും. നിഹാസ് എന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിഹാസ് മുകളിലോട്ട് കയറി വാ നിഹാസെ, എനിക്ക് നിഹാസിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നിഹാസ് കയറി വരുന്നില്ല. എന്നുവെച്ചാൽ അത് സ്നേഹമാണോ? അത് സ്നേഹമല്ല. മനസ്സിലായോ? അത് സ്നേഹമല്ല.
മനസ്സിലായി? ഞാൻ പറയുമ്പോൾ കയറി വരികയും അതല്ല സ്നേഹം. മനസ്സിലായി? അതല്ല സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്നേഹം. സ്നേഹമെന്ന് പറയുന്നത് എന്നിലുള്ള ജീവനെ അനുഭവിച്ച് തുടരുന്നതാണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്നേഹമെന്ന് പറയുന്നത് ഞാൻ എന്നിലെ ജീവനെ അനുഭവിച്ച് തുടരുമ്പോൾ മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിഹാസിനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ? നിഹാസിൻ്റെ ഭാര്യേനെയും മക്കളെ ഒരുപോലെയാണ് അവിടെ സ്നേഹത്തിൽ വരുന്നത്. അത് ഞാനായിട്ട് തിരഞ്ഞെടുക്കണ്ട. മനസ്സിലായോ? ഞാനായിട്ട് തിരഞ്ഞെടുക്കണ്ട നിഹാസിൻ്റെ ഭാര്യയോട് എനിക്ക് കൂടുതൽ സ്നേഹം ഇല്ല, അങ്ങനെയില്ല. മനസ്സിലായോ? അങ്ങനൊരു സംഭവം ഒരിക്കലും ഇല്ല, നടക്കത്തില്ല. ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇതിൻ്റെ വ്യക്തത കൊണ്ടാണ്. നിഹാസിൻ്റെ ഭാര്യയോട് എനിക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? അൺകണ്ടീഷണലാണ്. അതെ, കണ്ടീഷനിലാണ്. അത് നമ്മളുണ്ടാക്കുന്ന കണ്ടീഷനല്ല. മനസ്സിലായോ? സൃഷ്ടി ഉണ്ടാക്കുന്ന കണ്ടീഷനാണ്. സൃഷ്ടി ഉണ്ടാക്കുന്ന കണ്ടീഷനാണ്. മനസ്സിലായോ? അല്ലാണ്ട് നമ്മളുണ്ടാക്കുന്ന കണ്ടീഷനല്ല. കണ്ടീഷൻസ് ഉണ്ട്. മനസ്സിലായോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല. അതിൽ നിന്നാണ് ഇത് തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ജെനിയെ കൂടുതൽ ഇഷ്ടമാണ് ഇല്ല, അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ എങ്ങനെയാണ് ശരിയാകുന്നതെങ്ങനെ? ജെസ്സിയോടുള്ള അതേ സ്നേഹം തന്നെയാണ്, താല്പര്യം തന്നെയാണ് ജെനിയോടും ഉള്ളത്. മനസ്സിലായി? ജെസ്സിയോടുള്ള അതേ താല്പര്യമാണ് ജെനിയോടും ഉള്ളത്. മനസ്സിലായി? കെന്നിനോടുള്ള അതേ താല്പര്യമാണ് ഷാഫിയോടും ഉള്ളത്. ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസം പോസിബിൾ അല്ല. വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അവനവനിൽ വ്യത്യാസം കൊണ്ടുവരണമല്ലോ. അതെ, അവനവൻ്റെ നന്മയിൽ നിന്ന് മാറി വ്യത്യാസമുണ്ടാക്കിയാൽ അത് നിലനിൽക്കത്തില്ല. എപ്പോൾ നമ്മൾ ഇന്നതാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു അപ്പോൾ തൊട്ട് അവിടെയാണ് അഹങ്കാരം വരുന്നത്. മനസ്സിലായോ? അവിടെയാണ് അഹങ്കാരം വരുന്നത്. നമ്മളൊരു കാര്യം സംസാരിക്കുന്നു, ആ സംസാരിക്കുന്നത് ഇനി ഭൗതിക തലത്തിലുള്ളൊരു തെളിച്ചം, ആന്തരികമായിട്ടുള്ളൊരു വെളിച്ചം, ഇത് രണ്ടും അവിടെ ഒരുപോലെ നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ തെളിച്ചവുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് അല്ല ഒരു കാര്യവും. ചെയ്യുന്ന ഒരു പ്രവൃത്തിയും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് എങ്ങും വരാനില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തി ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഭാവമല്ലേ ഉള്ളൂ. ഇത് ശ്രദ്ധയില്ലാണ്ട് അശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോഴാണ് വാശിയും വൈരാഗ്യമൊക്കെ വരുന്നത്. എന്നിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. ചെയ്യുന്ന പ്രവൃത്തി അശ്രദ്ധയോടുകൂടി ചെയ്തു. മനസ്സിലായോ? എന്നിട്ട് അത് ഇതിനകത്ത് ഉള്ളിൽ ഉത്കണ്ഠയുണ്ടായി. പിന്നെ ചെയ്യുന്ന പ്രവൃത്തി അശ്രദ്ധ ആകുമ്പോൾ അത് എൻ്റെ പ്രവൃത്തിയായി മാറി. അതെ, പിന്നെ ഇത് വിടാൻ പറ്റില്ലല്ലോ. അതെ, ചെയ്യുന്ന പ്രവൃത്തി ശ്രദ്ധയോടുകൂടി ആകുമ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ആ പ്രവൃത്തി തന്നെ നമ്മൾ അവിടെ മാനേജ് ചെയ്തോളും. നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അതെ, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും ഇപ്പോൾ വണ്ടി ഓടിക്കുന്നു, വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. ആർക്കും അപകടം വരാതെ. എനിക്ക് നല്ല ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് അങ്ങനെ പോരല്ല. മറ്റൊരാൾക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ ഓടിക്കരുത്. മനസ്സിലായി? മറ്റൊരാൾക്ക് അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ ഓടിക്കരുത്. മനസ്സിലായോ? എന്നിട്ട് അവന് പേടി വന്ന് എന്നിട്ട് നമ്മളിരുന്ന് ചിരിച്ച് കളിയാക്കി പോയി നമുക്ക് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായി? അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് അതുകൂടി കാരണം റോഡേ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ കൂടി പരിശോധിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് വരുന്നത്. റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ കൂടി ബഹുമാനിച്ച് വണ്ടി ഓടിക്കണം. മനസ്സിലായോ? വെറുതെ നടന്നു പോകുന്നവരെ കൂടി മാനിക്കണം. വെറുതെ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്നവരെ കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനെ വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഓടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ
നമ്മുടെ ജീവിതത്തിൽ അവിടെ തെളിച്ചം ഉണ്ടാകുന്ന ഭാഗമുള്ളൂ. ഒരു വ്യക്തി റോഡിൽ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ നാശമല്ലേ ആ വ്യക്തി ഉണ്ടാക്കുന്നത്. ആ വ്യക്തി ഒരുപാട് പേരുടെ ജീവിതത്തിൽ നാശം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. തന്നെത്താൻ എന്താണ് പറയുന്നതെന്ന് യാതൊരു പിടുത്തവും ഇല്ലാണ്ട് അത് ഭയങ്കര വലിയ അപകടമല്ലേ. അവിടെയല്ലേ ബന്ധം എന്ന് പറയുന്ന ഭാഗം തെളിഞ്ഞു വരുന്നത്. കൂടുതൽ ഇഷ്ടം ഇപ്പം അച്ഛനും അമ്മയ്ക്ക് മക്കളിൽ ഒരാളോട് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഭർത്താവിന് കൂടുതൽ ഇഷ്ടം എന്ന്, ഈ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ഭാഗം എവിടെയാണ് വരുന്നത്? അതെങ്ങനെയാണ് ഈ കൂടുതൽ ഇഷ്ടമെന്ന് ആരാ വിലയിരുത്തിയത്? ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്. ഓക്കെ, 4 മക്കളുണ്ട്. 4 പേർക്ക് ഞാൻ ആഹാരം കൊടുക്കുകയാണ്. ഒരാളെ ചിലപ്പോൾ മടിയിലായിരിക്കും വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതെ, ആ കുട്ടി ഇപ്പോൾ പുതിയതായിട്ട് ജനിച്ച കുട്ടിയാണ്, മനസ്സിലായി? അതിനെ മടിയിൽ വെച്ച് ആഹാരം കൊടുക്കും അല്ലേ, മറ്റേത് അരികത്തിരിക്കും. അതുകൊണ്ട് ഇത് കൂടുതലും കുറവെന്നുള്ള ഭാഗമാണ്. അല്ല, അതാണ് ബോധം, മനസ്സിലായോ? ഇത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്, മനസ്സിലായോ? ഒരു കുട്ടി മടിയിലാണ്, ഒരു കുട്ടി ചിലപ്പോൾ അമ്മയുടെ മുലപ്പാൽ കുടിക്കുകയായിരിക്കും, മറ്റേ കുട്ടികൾക്ക് വാരി കൊടുക്കുകയായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ അമ്മ ഇത് എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത്. അതാണ് അമ്മ, മനസ്സിലായോ? ഇതാണ് അമ്മ എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് കാണുന്നത്. ഇത് അമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അമ്മയായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ, മനസ്സിലായോ? ഒരു കുട്ടി വിചാരിച്ചാൽ, അമ്മ എത്ര വൃത്തികെട്ടായിക്കോട്ടെ, ഒരു കുട്ടി വിചാരിച്ചാൽ അമ്മയിൽ നിന്ന് അമ്മേനെ ഉണർത്തിയെടുക്കാം, മനസ്സിലായോ? ഒരു കുട്ടി വിചാരിച്ചാൽ മതി, മനസ്സിലായോ? യാതൊരു സംശയവും വേണ്ട. അമ്മ എത്ര മോശമായിക്കോട്ടെ, മനസ്സിലായോ? അപ്പനെയും, മനസ്സിലായോ? മാതാപിതാക്കളെ ഉണർത്താൻ കുട്ടികളെ കൊണ്ട് സാധിക്കും, കുട്ടികളെ ഉണർത്താൻ മാതാപിതാക്കളെ കൊണ്ട് സാധിക്കും. ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട. മാതാപിതാക്കൾക്ക് കുട്ടികളെ ഉണർത്താനും കുട്ടികൾക്ക് മാതാപിതാക്കളെ ഉണർത്താനും നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ കുട്ടിയായിട്ടാണ് കാണേണ്ടതെങ്കിൽ കുട്ടിയായിട്ട് കാണുക, പിതാവോ അല്ല മാതാവായിട്ടാണ് കാണേണ്ടതെങ്കിൽ അങ്ങനെ കാണുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബന്ധം. ഇവിടെ സാഹോദര്യത്തിൻ്റെ, മനസ്സിലായ, മാതൃത്വത്തിൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ. അതിൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ മാതൃത്വം ഇതൊന്നും ഇല്ലാണ്ട് അതിനെയാണ് സമൂഹം എന്നിവിടെ വിളിക്കുന്നത്, മനസ്സിലായ? വീട്ടിലില്ലെങ്കിൽ പിന്നെ എവിടെയും ഉണ്ടാകത്തില്ല, വീട്ടിലില്ലെങ്കിൽ പിന്നെ എങ്ങും ഇല്ല, അല്ലാണ്ട് വേറൊരു ബന്ധമില്ല. എങ്ങുമില്ല. ഈ ബന്ധത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം. അതെ, വീട്ടിൽ നിന്നേ ഉള്ളു, മനസ്സിലായോ? അമ്മയിൽ നിന്നേ ഉള്ളു. ഇനിയിപ്പോൾ അപ്പൻ്റെ ഭാഗം നോക്കിയാൽ അപ്പനിൽ അമ്മയുണ്ട്, മനസ്സിലായോ? ഇതെല്ലാവരിലും ഉള്ളതാണ്, ആരുടെയും കുത്തകയൊന്നുമല്ല. ഭൗതികമായിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം. അവിടെ ഇല്ലേ, നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇന്ന സാധനം ഇന്നടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം കൃത്യമായിട്ട് വേണ്ടേ? ഇപ്പോൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ട്? മഞ്ഞളുണ്ട്, മല്ലിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പട്ട, കറിയാമ്പ്, ഗ്രാമ്പ്, ഈ ജാതിപത്രി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളില്ലേ?
പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് അറിയത്തില്ല എവിടെ വെച്ചിരിക്കണമെന്ന്. ചമ്മന്തി അരക്കാൻ നേരത്ത് അതിന് വേണ്ടാത്ത സാധനം എടുക്കുവോ? അല്ലേ? അതല്ലേ ഭൗതിക വെളിച്ചം. ഒരു മെക്കാനിക്ക് വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മെക്കാനിക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്, പക്ഷേ കറക്റ്റ് ടൂളല്ലേ പോയി എടുക്കത്തുള്ളൂ. അല്ലേ? അതല്ലേ ഭൗതിക വെളിച്ചം. അത് കൃത്യമല്ലേ? ഒരു പൈലറ്റ് പൈലറ്റ് ചെയ്യുന്നു, അത് കറക്റ്റല്ലേ? അവിടെ കൃത്യമായിട്ടല്ലേ ആ വിമാനം ഓടിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഉള്ള അംഗങ്ങൾ ഓരോരുത്തരും പെരുമാറുന്നു. അതിൽ എവിടെയാണ് സംശയത്തിൻ്റെ ഒരു ഭാഗം? ഒരു വീട് എങ്ങനെ കിടക്കണം? ഒരു വീട് എങ്ങനെ കിടക്കണം? വീട് വൃത്തിയായിട്ട് കിടക്കണം എങ്ങനെയാണ്? ഓരോ കാര്യങ്ങൾ എടുത്താൽ അതെങ്ങനെ വെക്കണം? എല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ ഇവിടെ ഇട്ടിട്ട് പോവുക. ഒരാളെന്ന് വെച്ചാൽ എല്ലാം വലിച്ചെറിഞ്ഞ് അയാൾക്ക് തോന്നിയ ദിവസം എല്ലാം ചെയ്തിട്ട് പോകുന്നു. അങ്ങനെയല്ലല്ലോ ഒരു വീടിൻ്റെ അഴകെന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുന്നു. കാരണം എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായോ? അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. എവിടെയാണ് ആർക്കാണ് ഈ അടുക്കും ചിട്ടയും വൃത്തിയില്ലാത്തത്? ഓരോ സാധനങ്ങൾ വലിച്ചു വാരി എറിയുന്ന. മനസ്സിലായോ? എന്നുവെച്ചാൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നില്ലെന്നുള്ളതാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ ബഹുമാനിക്കാത്തവരാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ തീർച്ചയായിട്ടും, മനസ്സിലായോ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് ശ്രദ്ധിക്കും. മനസ്സിലായോ? അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അയ്യോ ശരിയാണ്, എനിക്ക് കാരണം ഒറ്റ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അതിനവിടെ എളിമയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോഴും വീണ്ടും എളിമപ്പെടുകയും ശരിയാണ്, എന്നെക്കൊണ്ട് സാധിച്ചില്ല. കാരണം ആദ്യം പറഞ്ഞതിൻ്റെ ഡെവലപ്മെൻറ്റാണത്. ആദ്യം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും ഒക്കെ പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഓക്കെ, അവിടെ എന്തുകൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പരിശോധിക്കാനുണ്ട് ഒരുപാട്. അങ്ങനെ കൂട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായോ? ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് നടക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുക? അവിടെ കൃത്യതയാണ്. മനസ്സിലായോ? തോന്നിവാസമല്ല, എല്ലാവരുമായിട്ട് ഒരുപോലെ പങ്കുവെക്കുകയും. മനസ്സിലായോ? ഒരുപോലെ പങ്കുവെക്കുകയും. ഞാനിച്ചിരി വിശന്നിരുന്നാലും എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള ഭാഗം. എനിക്ക് വിശന്നിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ പ്രകടിപ്പിക്കണം. അത് സത്യസന്ധതയാണ്. അതാണത്. എനിക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല, അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കണം. ശരിക്കും ഇച്ചിരി ആഹാരം കൂടുതൽ വേണം, എന്നുവെച്ചാൽ പ്രകടിപ്പിക്കണം. കിട്ടുന്നുണ്ടോ എന്നുള്ള ഭാവം വേറെതാണ്, പക്ഷെ നമ്മൾ പ്രകടിപ്പിച്ചിരിക്കണം. അത് സഹിച്ചു കഴിഞ്ഞാൽ രോഗിയാണത് മറ്റുള്ളവരെയും ദ്രോഹിക്കുകയും. മനസ്സിലായി? അത് മറ്റുള്ളവരെയും ദ്രോഹിക്കുകയും. മനസ്സിലായി? കാരണം എനിക്ക് രോഗം വന്നാൽ അവർക്കും ഭാരമല്ലേ. പക്ഷേ എനിക്ക് എപ്പോഴെല്ലാം എൻ്റെ വിശപ്പ് കുഴപ്പമില്ല. മനസ്സിലായോ? ഞാൻ വിശന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കൂട്ടത്തിലുള്ളൊരു ആഹാരം വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും ഞാൻ. മനസ്സിലായോ? കാരണം എന്താണ്? അവരുടെ തെളിച്ചമാണ് എൻ്റെ വെളിച്ചം.